നമസ്കാരം. ദക്ഷിണാഫ്രിക്കയിലെ ഇമാമും ഇസ്ലാമിക പണ്ഡിതനും LGBTQ+ പ്രവർത്തകനുമായിരുന്ന മുഹസിൻ ഹെൻഡ്രിക്സ് ദക്ഷിണാഫ്രിക്കയിൽ നടന്ന വെടിവയ്പിൽ കൊല്ലപ്പെട്ടു. ദക്ഷിണാഫ്രിക്കയുടെ തെക്കൻ നഗരമായ കെവാർഹയ്ക്ക് സമീപത്ത് വെച്ച കാറിൽ വെച്ചാണ് ഇമാമിന് വെടിയേറ്റെന്ന് പോലീസ് അറിയിച്ചു. ഇസ്ലാമിൽ സ്വവർഗാനുരാഗം അംഗീകരിക്കപ്പെടേണ്ടതിന്റെ ആവശ്യത്തിനായി ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചയാളാണ് അദ്ദേഹം. ലോകത്തിൽ ആദ്യമായി പരസ്യമായി സ്വവർഗാനുരാഗിയാണെന്ന് പ്രഖ്യാപിച്ച് ചരിത്രം സൃഷ്ടിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം. സ്വർഗാനുരാഗികൾക്കും മറ്റ് അരികുവൽക്കരിക്കപ്പെട്ട മുസ്ലിങ്ങൾക്കുമായി സുരക്ഷിത താവളം എന്ന നിലയിൽ പള്ളി നടത്തി വരികയായിരുന്നു മുഹസിൻ ഹെൻഡ്രിക്സ്. ശനിയാഴ്ച ഇമാമും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന കാർ മറ്റൊരു വാഹനത്തിലെത്തിയ ആക്രമികൾ തടഞ്ഞു. തുടർന്ന് വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങിയ മുഖം മൂടിയ 2 അജ്ഞാതർ ഇമാമിന്റെ കാറിന് നേരെ ഒന്നിലധികം തവണ വെടിയുതിർക്കുകയായിരുന്നു. അതിനുശേഷം പ്രതികൾ സംഭവ സ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെട്ടു. കൊലപാതകത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് വ്യക്തമല്ലെന്നും കൂടുതൽ അന്വേഷണം നടന്നു വരികയാണെന്നും പോലീസ് അറിയിച്ചു. ഇന്റർനാഷണൽ ലെസ്ബിയൻസ്, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ് ആൻഡ് ഇന്റർസെക്സ് അസോസിയേഷൻ കൊലപാതകത്തെ അപലപിച്ചു. മുഹസിൻ ഹെൻഡ്രിക്സിന്റെ കൊലപാതക വാർത്തയിൽ IALG വേൾഡ് കുടുംബം കടുത്ത ഞെട്ടലാണ്. വിദ്വേഷ കുറ്റകൃത്യമായി നിങ്ങൾ ഭയപ്പെടുന്ന ഈ സംഭവത്തെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കാൻ അധികാരികളോട് ആവശ്യപ്പെടുന്നെന്നും എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജൂലിയ എർട്ട് പ്രസ്താവനയിൽ പറഞ്ഞു. അറബി ഭാഷാ അധ്യാപകനായും ഫാഷൻ ഡിസൈനറായും ജോലി ചെയ്യുന്ന മുഹസിൻ ഹെൻഡ്രിക്സ് 29 വയസ്സുള്ളപ്പോഴാണ് അമ്മയുടെ അടുത്തേക്ക് വന്നത്. ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഹെൻഡ്രിക്സ് ഒരു സ്ത്രീ വിവാഹവും കഴിച്ചു. കുട്ടികളുണ്ടായെങ്കിലും പിന്നീട് വിവാഹമോചനം നേടി. 1996 പിതാവ് മരിച്ച 8 വർഷത്തിന് ശേഷമാണ് മുഹസിൻ ഹെൻഡ്രിക്സ് തന്റെ ലൈംഗികത കുടുംബത്തോട് വെളിപ്പെടുത്തിയത്. 2 വർഷത്തിന് ശേഷം അദ്ദേഹം തന്റെ സ്വന്തം നഗരത്തിൽ LGBTQ+ മുസ്ലിങ്ങൾക്കായി മീറ്റിംഗുകൾ നടത്താൻ തുടങ്ങി. ക്യൂർ സമൂഹം അദ്ദേഹത്തെ അവരുടെ കമ്മ്യൂണിറ്റി ഇമാമിനെ പോലെയാണ് പരിഗണിച്ചിരുന്നത്. 2011 സ്വവർഗരതിയെ കുറ്റപ്പെടുത്തി പ്രദേശത്ത് നടന്ന ഒരു പ്രസംഗത്തോട് മുൻവിധികളില്ലാതെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു പള്ളി സ്ഥാപിച്ചുകൊണ്ടാണ് ഹെൻഡ്രിക്സ് പ്രതിരോധിച്ചത്. ഒരു ഇമാം എന്ന നിലയിലുള്ള മുഹസിൻ ഹെൻഡ്രിക്സിന്റെ സ്ഥാനം ഇതോടെ ശക്തമായി. ഹെൻഡ്രിക്സിന്റെ ജന്മസ്ഥലമായ കേപ്പ് ടൗണിനടുത്തുള്ള വീൻബർഗിലായിരുന്നു ഈ പള്ളി. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊലപാതക നിരക്കുള്ള രാജ്യങ്ങളിലൊന്നാണ് ദക്ഷിണാഫ്രിക്ക. 2024 ഫെബ്രുവരി വരെ മാത്രം 28,000 കൊലപാതകങ്ങൾ നടന്നതായാണ് പോലീസിന്റെ ഡേറ്റ.